ദേവാലയങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലുമൊക്കെയായി നിരവധി അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണ് നാം ക്രൈസ്തവർ ഓരോരുത്തരും. അത്തരത്തിൽ വ്യത്യസ്തവും അതോടൊപ്പം തന്നെ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് നഗരമധ്യത്തിലുള്ള കുരിശുപള്ളി അഥവാ സാന്താക്രൂസ് ദേവാലയം എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു കപ്പേളയ്ക്ക് മുമ്പിലാണ്. ഈ കപ്പേളയ്ക്കകത്താണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദേവാലയത്തിനുള്ളിൽ ഇന്നും ഒരു കൽക്കുരിശ് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അത്ഭുതം. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അത്രമാത്രം അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു കൊച്ചു ദേവാലയം കൂടിയാണ് ഈ കോഴിക്കോട് നഗരമധ്യത്തിലുള്ള സാന്താക്രൂസ് അഥവാ കുരിശുപള്ളി. ഈ വളരുന്ന കൽക്കുരിശിനെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അറിയാം. സ്നേഹമുള്ളവരെ, കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ കൊച്ചു ദേവാലയമാണ് വിശുദ്ധ കുരിശിൻ്റെ ദേവാലയം എന്നറിയപ്പെടുന്ന കുരിശുപള്ളി. അത് കോഴിക്കോടുകാരുടെ മാത്രമല്ല, കോഴിക്കോട് ഉള്ള ക്രൈസ്തവരുടേത് മാത്രമല്ല, ഇവിടെയുള്ള നാനാജാതി മതസ്ഥരായ ജനങ്ങളുടെ വൈകാരികമായിട്ടുള്ളൊരു കേന്ദ്രം കൂടിയാണ് കുരിശുപള്ളി. കാരണം ഒട്ടനവധി വിശ്വാസികൾ, ഭക്തകൾ ആ കുരിശുപള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടിയതിൻ്റെ സാക്ഷ്യങ്ങൾ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുരിശുപള്ളി വളരെ ചെറുതാണ്, നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള സാഹചര്യമൊന്നുമില്ല. എങ്ങനെ ഈ കുരിശുപള്ളി അവിടെ വന്നു, എന്തുകൊണ്ട് കുരിശുപള്ളി എന്ന് പേരിട്ടു എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. കാരണം നമുക്ക് വലിയ പള്ളികളൊക്കെ, ഇടവക പള്ളികളൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ കീഴിലുള്ള പള്ളികളെ കുരിശുപള്ളി എന്ന് പറയാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു വിളിയല്ല ഈ കുരിശുപള്ളിയെ നമ്മൾ വിളിക്കുന്നത്. ഇത് സാക്ഷാൽ കുരിശിൻ്റെ പള്ളി തന്നെയാണ്. കാരണം 1886 ഗോവയിൽ നിന്നും ഇവിടെ വ്യാപാരത്തിന് വന്ന ആൻ്റണി ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു വിശ്വാസിയാണ് ആ ചെറിയ സ്ഥലം വാങ്ങി ഒരു ഓല ഷെഡുണ്ടാക്കി വിശുദ്ധ കുരിശ് പൊങ്ങി വന്ന സ്ഥലത്ത് ആരാധന നടത്തണം, ദിവ്യബലി നടത്തണമെന്ന ആഗ്രഹത്തോടു കൂടി അന്നത്തെ രൂപതയായിട്ടുള്ള മംഗലാപുരം രൂപതയിലെ മെത്രാനെയും വൈദികരെയും ഒക്കെ ആയിട്ട് ഏൽപ്പിച്ചു. പ്രത്യേകിച്ച് ഇവിടെ അന്ന് കത്തീഡ്രലായിട്ടില്ല, മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ, മദർ ഓഫ് ഗോഡ് ചേർച്ചാണ്. കാരണം കോഴിക്കോട് രൂപത വരുന്ന 1923 ഇപ്പോൾ 100 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ പള്ളി അതിനു മുമ്പേ ഉണ്ട്, അത് മംഗലാപുരം രൂപതയുടെ കീഴിലായിരുന്നു. അപ്പോൾ അന്ന് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിനെ ഏൽപ്പിച്ചു, മദർ ഓഫ് ഗോഡ് ചേർച്ചിനെ ഏൽപ്പിച്ചു. ഇവിടെ എല്ലാ മാസത്തിൽ ഒരു ദിവ്യബലി നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് താനുണ്ടാക്കിയ ആ ഓല ഷെഡായിട്ടുള്ള ദേവാലയ സമാനമായിട്ടുള്ള കുരിശുപള്ളി മംഗലാപുരം രൂപതാധ്യക്ഷനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഇനി എന്തുകൊണ്ടാണ് ഈ കുരിശിൻ്റെ പള്ളി ഇത്ര പ്രസിദ്ധമായി തീർന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളാരും അത് പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളാരും ഒരു പബ്ലിസിറ്റിയും ഇവിടെ നിന്ന് കൊടുക്കാറില്ല. ഇവിടെ ഇരുന്നിട്ടുള്ള വൈദികരോ ഞാനോ എൻ്റെ മുന്നിൽ ഇരുന്നിട്ടുള്ളവരാരും തന്നെ, രൂപതയോ ആരും ഒരിക്കലും പ്രസിദ്ധപ്പെടുത്താറില്ല. ആകെ ചെയ്യുന്നത് എല്ലാ വർഷവും വിശുദ്ധ കുരിശിൻ്റെ തിരുനാളാകുന്ന അവസരത്തിൽ നോട്ടീസ് നമ്മൾ പത്രത്തിൽ പരസ്യപ്പെടുത്തുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാറില്ല. ഇവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു, നിങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യം നേടുമെന്ന് പറഞ്ഞാലും മറ്റു നൊവേന കേന്ദ്രങ്ങളെ പോലെയുള്ള പ്രസിദ്ധിയൊന്നും കൊടുക്കാറില്ല. ജനങ്ങളുടെ സാക്ഷ്യമാണ് കുരിശുപള്ളിയുടെ മഹത്വം എന്ന് പറയുന്നത്. ജനങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് വിശ്വാസികൾ മാത്രമല്ല, ഭക്ത ജനങ്ങൾ, ഹൈന്ദവരുണ്ട്, മുസ്ലിംസുണ്ട്, മറ്റ് സമുദായക്കാരും
ഒക്കെ ഉണ്ട് ക്രിസ്ത്യൻ സമുദായത്തോടൊപ്പം തന്നെ. അപ്പോൾ അവരാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെ വന്ന് ഈ കുരിശ് തൊട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ പല വിധത്തിലായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ, വിവാഹം ശരിയാകാത്തവർക്ക് വിവാഹം ശരിയാകുന്നു, നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു, രോഗസൗഖ്യം, ജോലി ശരിയാകുന്നു, വിദേശത്തേക്ക് പോകുവാനുള്ള. അപ്പോൾ ഇതിങ്ങനെ പല വിധത്തിലുള്ള മേഖലകൾ ടച്ച് ചെയ്യുന്ന ഒരു കുരിശാണ് വിശുദ്ധ കുരിശ് ഇവിടെ ഉള്ളത്. ഈ കുരിശിൻ്റെ പ്രാധാന്യം എങ്ങനെ പ്രസിദ്ധി ആർജിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പോർച്ചുഗീസുകാർ വന്ന സമയത്ത് ഇവിടെ ഒരു പോർച്ചുഗീസ് കോളനി ആയിരുന്നു. അപ്പോൾ അവരുടെ ശവക്കല്ലറയായിരുന്നു എന്ന് പറയുന്നു. ശവക്കല്ലറമേൽ പോർച്ചുഗീസുകാർ കരിങ്കൽ കൊണ്ടുള്ള കുരിശ് ഉണ്ടാക്കിയെന്ന് പറയുന്നതാണ് ഒരു ഐതിഹ്യം. രണ്ടാമത്തേത് പുല്ലരിയാൻ വന്നിരുന്ന സ്ത്രീകളിൽ ഒരു സ്ത്രീയുടെ അരിവാൾ ഈ കല്ലിൽ തട്ടി ആ കല്ലിൽ നിന്നും ചോര ഒഴുകിയെന്നവർ, രക്തം പൊടിഞ്ഞു. ഇത് നാട്ടിൽ വാർത്തയായി. ഒട്ടനവധി പേര് അത് കാണുവാൻ വന്നു. പിന്നീട് അവർക്ക് മനസ്സിലായി എന്തോ ദൈവീകത ഈ കുരിശിലുണ്ട്, അതുകൊണ്ട് ഈ കുരിശിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ ആദ്യം പറഞ്ഞ പോലെ പോർച്ചുഗീസുകാർ ശവക്കല്ലറയിൽ കൊത്തിവെച്ച കുരിശ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അത്തരത്തിൽ വീതിയുള്ള കുരിശ് ഒരു കല്ലറയിലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ യൂറോപ്പിലൊക്കെ പോയി പഠിച്ചിട്ടുള്ളതാണ്, അവിടെ സെമിത്തേരികളിലൊക്കെ പോയിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള കുരിശുകളൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ മിക്കവാറും രണ്ടാമത്തെ സാക്ഷ്യത്തിനായിരിക്കണം പ്രാധാന്യം. ജനങ്ങൾ പുല്ലരിയാൻ വന്ന് അത് അരിവാൾ കൊണ്ട് കല്ല് മേൽ തട്ടി ചോര പൊടിഞ്ഞത്. അതിനുശേഷം അവരവിടെ പുല്ലരിയാനായിട്ട് വന്നിട്ടില്ല. ആ സ്ഥലം പ്രൊട്ടക്റ്റ് ചെയ്ത് അവിടെയാണ് ഈ കുരിശിൻ്റെ ദേവാലയം ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നും 80 കഴിഞ്ഞ ജനങ്ങളൊക്കെ ഉണ്ട്, 80 വയസ്സൊക്കെ കഴിഞ്ഞ്. അവർ പറയുന്നത് അവരുടെ ചെറുപ്പകാലത്തിൽ വരുമ്പോൾ ഈ കുരിശ് ചെറുതായിരുന്നു, ഇപ്പോൾ അത് വലുതായിട്ടുണ്ട്. എത്ര സെൻറ്റിമീറ്റർ വലുതായി എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരവാണ്, ഞാനത് പരിശോധിച്ചിട്ടില്ല. ജനത്തിൻ്റെ സാക്ഷ്യമാണ്, ജനങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ കുരിശിലാണല്ലോ ജനത്തിൻ്റെ രക്ഷ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ വിശ്വാസം പഠിപ്പിക്കുന്നതും ബൈബിളും പഠിപ്പിക്കുന്നതിന് കുരിശ്, കർത്താവിൻ്റെ കുരിശിലാണ് രക്ഷ കർത്താവ് ഈശോമിശിഹാ നമുക്ക് നേടിത്തന്നത്. ആ രക്ഷ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുരിശിലൂടെ. അപ്പോൾ ഇവിടെ വെള്ളിയാഴ്ചകളിലാണ് ഈ കുരിശിൻ്റെ ദേവാലയത്തിലെ പ്രത്യേകത. ഒട്ടനവധി ജനങ്ങൾ രാവിലെ തുടങ്ങി രാത്രി 11 മണി വരെ ഒഴുക്കാണ് ഇവിടെ വന്ന് കുരിശിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, തിരികെത്തിക്കുവാനായിട്ടും നേർച്ചകളിടുവാനായിട്ട്. അപ്പോൾ കുരിശിന് എന്നും ശക്തിയുണ്ട്. ഇന്ന് കുരിശിനെ അവഹേളിക്കുന്നവർ ആരുമായിക്കൊള്ളട്ടെ, അത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്, നമ്മുടെ രക്ഷയുടെ പ്രതീകമാണ്. അപ്പോൾ അതിന് അവഹേളനങ്ങളൊക്കെ ഉണ്ടാവും. ക്രൈസ്തവ സഭ അത് തന്നെയാണല്ലോ. ക്രിസ്തുവിൻ്റെ കാലത്ത് തന്നെ അവഹേളനങ്ങൾ വളർന്ന ക്രിസ്തുവാണ്, വെല്ലുവിളികളെ നേരിട്ട ക്രിസ്തുവാണ്, കല്ലെറിയലുകൾ നേരിട്ട ക്രിസ്തുവാണ്. അപ്പോൾ അത് എന്നും തുടരുന്നുണ്ട്. അപ്പോൾ കുരിശിനെ അവഹേളിക്കുന്ന ജനങ്ങൾ. പക്ഷേ കോഴിക്കോട് സിറ്റിയിലുള്ള ഈ നഗരത്തിലുള്ള ഈ കുരിശിൻ്റെ ദേവാലയം ആർക്കും ഒരു ഇടർച്ചയ്ക്ക് ഉള്ള ഒന്നല്ല. ജനം ഒന്നടങ്കം പറയും, ഈ കുരിശ് മൂലം ആർക്കും ഇടർച്ചയ്ക്ക് കാരണമായിട്ടില്ല. ഇവിടെ ആരെയും അത് ക്രിസ്ത്യാനികളെ അകറ്റുവാനായിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോട് വെറുപ്പ് ജനിപ്പിക്കുവാനായിട്ടുള്ള ഒരു പ്രതീകമല്ല കോഴിക്കോടിൻ്റെ നഗരഭാഗത്തുള്ള ഈ കുരിശുപള്ളിയിലെ കൽക്കുരിശ്. അത് ഒട്ടനവധി ജനങ്ങളെ ദൈവത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുവാനായിട്ട്, പ്രാർത്ഥിച്ച് ധന്യത നേടുവാനായിട്ട് ആ കുരിശിൻ്റെ സാന്നിധ്യം ജനത്തെ സഹായിക്കുന്നുണ്ട്, ജനത്തിന് അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ട്. അപ്പോൾ കുരിശിലാണ് രക്ഷ, കുരിശിലാണ് എൻ്റെ ശക്തി, കുരിശിലാണ് എൻ്റെ ജീവിതം മുഴുവനും. അപ്പോൾ ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന കുരിശുകളൊക്കെ സന്തോഷത്തോടുകൂടെ ഏറ്റെടുക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഈ കുരിശിൻ്റെ പ്രത്യേകത, ഈ കുരിശ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒന്നാണ്. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അസിസ്റ്റൻ്റ് പാരിഷ് പ്രീസ്റ്റിനോട് ഒരു യുവാവ് വന്നിട്ട് സാക്ഷ്യപ്പെടുത്തി. ആ യുവാവ് വിദേശത്തേക്ക് പോകുവാനായിട്ട് വിസയ്ക്കും എല്ലാം വേണ്ടി ഒരുങ്ങിയിട്ട് എപ്പോഴും തിരസ്കരണമായിരുന്നു, റിജക്ഷനായിരുന്നു. അവസാനം ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള വ്യക്തിയാണ്. അവസാനം അവൻ പറഞ്ഞു, എൻ്റെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു, ഞാൻ ഇനി പള്ളിയിലും പോകുന്നില്ല, പ്രാർത്ഥിക്കാനും പോകുന്നില്ല. അങ്ങനെ ഇരിക്കെ ആരോ
അവൻ്റെ സുഹൃത്ത് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ കോഴിക്കോട് ബാങ്ക് റോട്ടിലുള്ള KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള കുരിശുപള്ളിയിൽ ചെല്ലുക. കുരിശുപള്ളിയിൽ ചെന്ന് നീ അവിടെ 9 ദിവസത്തെ പ്രാർത്ഥനകളിലും കുർബാനയിലുമൊക്കെ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കൂ. അതുപ്രകാരം ഈ ചെറുപ്പക്കാരൻ്റെ മാതാവും കുരിശുപള്ളിയിൽ വന്നു. 9 ആഴ്ച തികഞ്ഞില്ല, അതിനു മുമ്പ് തന്നെ അവന് സന്തോഷ വാർത്ത കയറ്റി പുറത്തേക്ക് പോകുവാനായിട്ടുള്ള, അവൻ ഉദ്ദേശിച്ച ജോലിയിൽ പ്രവേശിക്കുവാനായിട്ടുള്ള വിസ ശരിയായി എന്ന്. ഇതൊക്കെ ഈ ആനുകാലിക സംഭവങ്ങളാണ്. അന്ന് ഈ മകനും അമ്മയും കൂടി പള്ളിയിൽ വന്ന് പറഞ്ഞു, എൻ്റെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോയ അവസരമായിരുന്നു. ഇവിടെ വന്ന് ഈ കുരിശിൻ കീഴിൽ നിന്ന് കുരിശ് തൊട്ട് പ്രാർത്ഥിച്ച് അതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന് നന്ദി പറയുവാനായിട്ട് വന്നതാണ് ഈ അടുത്ത കാലത്ത് 2 മാസമായിട്ടുള്ളത്. അപ്പോൾ കുരിശ് ശക്തിയുള്ളതാണ്. കുരിശ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. കുരിശ് ഓരോ ജനത്തിൻ്റെയും, ലോക ജനത്തിൻ്റെ, അതായത് ക്രിസ്ത്യാനികളുടെ മാത്രമല്ല എല്ലാ ജനത്തിൻ്റെയും രക്ഷയുടെ അടയാളമായിട്ട് നിലകൊള്ളുകയാണ്. ആ കുരിശിലൂടെ നമ്മൾ പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും ആരാധിക്കുകയാണ്, വണങ്ങുകയാണ്, സ്തുതിക്കുകയാണ്. എൻ്റെ പേര് ജിജോ. ഞാൻ തിരൂരിൽ നിന്നാണ് വരുന്നത്. വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ഇവിടെ വന്ന് പോകാറുണ്ട്. മനസ്സിലെന്തെങ്കിലും നമ്മൾ കരുതി ഇവിടെ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പോയാൽ കഴിയുന്നത് അത് ശരിയായി വരാം. 100% അത് ഓക്കെ ആവാറുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്ന മനസ്സിനൊരു വളരെയധികം സന്തോഷമുള്ള അനുഭവമാണ്. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ വരാതെ തിരിച്ചു പോകാറില്ല. എന്ത് വിഷയമാണെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നടക്കുക. അതെ, പ്രാർത്ഥിച്ചാലും പിന്നെ മനസ്സിന് കുറേ ഒരു ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ അനുഭവങ്ങൾ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കാറുണ്ട്. എപ്പോഴും ഈ പള്ളിയിൽ വരാറുണ്ടോ? ഇവിടെ സ്ഥിരം വരുന്ന ഒരാളാണ്. എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ? എനിക്ക് ഓരോന്നും സംഭവിക്കുമ്പോൾ എല്ലാ അസുഖത്തു നിന്നാണ് അധികം ഞാൻ ഇവിടെ വരുന്നത്. എനിക്ക് മാറ്റം വരുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് മരുന്ന് കഴിക്കുന്നത്. ആദ്യമൊന്നും ഞാൻ അങ്ങനെ മരുന്ന് കഴിക്കാറില്ല. ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്റ്റലിൽ കിച്ചണിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്നോട് സിസ്റ്റർ പറയും, നീ ഇവിടെ വരണം, എന്തെങ്കിലും അപകടം നമുക്ക് കൈക്ക് മുറിവൊക്കെ പറ്റുമ്പോൾ സിസ്റ്റർ പറയും ദൈവവിളി വരുന്നുണ്ട്, നീ അവിടെ പോകണമെന്ന് പറയും. അങ്ങനെ ഞാൻ അവിടെ വന്ന് മെഴുകി വാങ്ങി കത്തിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അതേപോലെ സിസ്റ്റർ എന്നോട് പറയും 2 രൂപ തരും ഇവിടെ മണാർ ചാത്തണമെന്ന് പറയും. അപ്പോൾ സിസ്റ്റർ എന്നോട് പറയും, എപ്പോഴും നമുക്ക് മുൻകരുതലായിട്ട് വരുന്നതാണ് ഈ ചെറിയ ചെറിയ മുറിവുകൾ, അത് വലിയതിൻ്റെ തുടക്കമാണ്, നിങ്ങൾ അവിടെ പോകണമെന്ന് പറയും. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മെഴുകി കത്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് പനിയാൽ എന്തായാലും ശരി, ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കാറൊന്നുമില്ല, ഇവിടെ പ്രാർത്ഥിച്ച് പോവുക ചെയ്യും. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, എല്ലായിടത്തും എനിക്കറിയില്ല. അങ്ങനെ എനിക്ക് വരുന്ന രോഗങ്ങൾ എന്ത് വന്നാലും ഞാൻ വീണ് ചതവായി പോയിട്ടൊക്കെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മരുന്ന് കഴിക്കണ്ടെങ്കിൽ കൂടിയിട്ട് എണീറ്റ് നടക്കാനോ ആ എല്ലിന് പൂർണ്ണത കിട്ടിയതെല്ലാം ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കെൻ്റെ വിശ്വാസമുണ്ട്. എൻ്റെ ദൈവങ്ങളെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വേഗം വരും ഇവിടെ. ഈ കുരിശിൽ അത്ര വിശ്വാസമുണ്ട്, എന്ത് രോഗം വന്നാലും മാറ്റി തരുന്നുണ്ട്. മാറ്റി തരും, നമ്മളെ വിശ്വാസം കൂടെ വേണം. അല്ലാതെ കുരിശ് മാത്രം മാറ്റി തരുമെന്നല്ല, നമ്മൾ ഇവിടേക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അത്ഭുതം പ്രവർത്തിച്ചു വരും എന്തായാലും. എൻ്റെ വിശ്വാസം പറയുന്നത്. ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് എനിക്ക് അങ്ങനെ തീരെ നടക്കാനൊന്നും കഴിയില്ലായിരുന്നു. ഈ ഷോൾഡർ വല്ലാണ്ട് വേദനയുണ്ട്, ഞാൻ കരഞ്ഞുകൊണ്ടൊക്കെ എണീക്കുക. അതെല്ലാം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മെഴുകി എത്തിച്ച് പോയതാണ്. എൻ്റെ വിശ്വാസം കേട്ടോ മാറി. ഞാൻ ഇപ്പോൾ വാങ്ങി വെച്ച മരുന്ന് തന്നെ വീട്ടിൽ കിടക്കുന്നില്ല, മരുന്നല്ല, ഞാൻ അധികം പ്രാർത്ഥന എനിക്ക്. അപ്പം എന്നോട് പറയും എല്ലാവരും, നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ വിശ്വാസം ഉണ്ടെങ്കിൽ. എൻ്റെ വിശ്വാസം എൻ്റെ രക്ഷ കേട്ടോ എനിക്ക്. അപ്പോൾ എല്ലാവർക്കും അതങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ കുറേ കാലങ്ങളായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജോലിക്ക് വന്നത് 2004 തൊട്ടാണ്. ആ വരാത്തതിന് മുന്നേ ഞാൻ ഇവിടെ വരലുണ്ട്. അന്നിപ്പോൾ വല്ലപ്പോഴും ഇവിടെ വരുള്ളൂ. അന്ന് ഇത്ര വരെ പുരോഗതി ഉണ്ടായിട്ടില്ല. ആ കല്ല് വരെ ഉയർത്തയിലെത്തിയിട്ടില്ല, ചെറുതായിരുന്നു. ഈ കല്ല് ശരിക്കും വളരുന്നത് കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. ചെറുതായിരുന്നു, അത് ചെറിയ കല്ലായിരുന്നു എൻ്റെ ഓർമ്മ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ. അപ്പം അത് വളർന്ന് ഇത്രത്തോളം എത്തിയില്ല. അപ്പോൾ ചെറുപ്പം മുതലേ ചോരായിരുന്നു. ചെറുതാകുമ്പോൾ എൻ്റെ അമ്മായിൻ്റെ വീട് ഇവിടെയാണ്, നടക്കാവാ. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അമ്മായിയൊക്കെ വിളിക്കാൻ നേരം വെളിച്ചെണ്ണയെ കൊടുക്കാം. ശരിക്കും അത് വലുതായി കല്ല്, വലുതായി കല്ലേ. അപ്പം അത്ഭുതം. എല്ലാവർക്കും വിശ്വാസം ഇവിടെ എല്ലാ ജാതിക്കാരും ഇവിടെ വരും. എൻ്റെ പേര് ജിജി. ഞാൻ ഇവിടെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ അമ്മമ്മേൻ്റെ കാലം മുതലാണ് ഞാനിവിടെ വരാൻ തുടങ്ങിയത്. മനസ്സിൽ നമ്മൾ എന്ത് വിഷമിച്ചിട്ട് എന്ത് പറഞ്ഞാലും നമ്മൾ ഇവിടെ വന്നിട്ട് ആ ഒരു കാര്യം പറഞ്ഞാൽ മതി, അത് നമുക്ക് എന്തായാലും സാധിച്ചു തരും. നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ജസ്റ്റ് ഇവിടെ ഒന്ന് വന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്നാൽ മതി. ഈ ഒരു പ്രസൻസ് തന്നെ നമുക്ക് ഒരു റിലീഫാണ്. അപ്പോൾ ഇതുവഴി പോണ സമയത്തൊക്കെ ഞാനിവിടെ വരാറുണ്ട്, ചെറുപ്പം മുതലേ വരാറുണ്ട്. ഇപ്പോഴും
ആ ഒരു മുടക്കമില്ലാതെ ഇങ്ങനെ വന്നു പോവാണ്. ഇത് വളരുന്ന കുരിശ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വെള്ളിയാഴ്ചകളിൽ വലിയ 9 വെള്ളിയാഴ്ചകളിൽ പ്രത്യേക പ്രാർത്ഥന നോറ്റ് പ്രാർത്ഥിക്കുന്നവർക്ക് അത്ഭുത കാര്യങ്ങൾ നടത്തി കിട്ടുന്നു പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തു അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ കുരിശ് വളരുന്ന കാര്യം എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ അറിവ്. ഇത്ര ഹൈറ്റ് ഇല്ലായിരുന്നു പണ്ട്, ഇപ്പം അതിങ്ങനെ പൊക്കം വെച്ച് വരുന്നുണ്ട്. എന്താ പറയുക, പലർക്കും പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട്. പേഴ്സണലി എനിക്കറിയുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇങ്ങനെ ഓരോ അനുഭവം കേൾക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയുക, എത്ര തിരക്കുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് വന്ന് കയറിയിട്ട് പോവും. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശെ നമിച്ചിടുന്നു എന്ന് നാം പാടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഈ കോഴിക്കോട് നഗരമധ്യത്തിൽ ഈ ഒരു കൽക്കുരിശ് ഒരു അത്ഭുതം മാത്രമല്ല. ഈ കോഴിക്കോട് നഗരത്തിലുള്ള ക്രൈസ്തവർക്ക് എന്നതിനപ്പുറം നാനാജാതി മതസ്ഥർക്കെല്ലാം ഈ ഒരു കൽക്കുരിശ് അത് രക്ഷയുടെ അടയാളമായി മാറുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്.